ദേ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് കരിമ്പ് ഇങ്ങനെ വീട്ടിൽ വെക്കണമെന്നും അതിൽ നിന്നുള്ളൊരു ജ്യൂസ് നമുക്ക് കുടിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ തിരുവഴ കവലയിൽ സുധൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സുരേഷ് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കമ്പ് വാങ്ങിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇത് ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന രീതിയിലുള്ള അതിൻ്റെ കമ്പുകളെല്ലാം വിളഞ്ഞ് നിൽക്കുകയാണ്. 2 പ്രാവശ്യം നമ്മൾ വിളവെടുത്തു. അതിൽ അത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം 3 കൊമ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. ഇതിൻ്റെ ഇലകളെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇതിൻ്റെ വേര് ക്ലീൻ ചെയ്ത് പിന്നെ ഇത് ഈ മണ്ണിൽ നിൽക്കുന്ന കാരണം അത്യാവശ്യം ഇതിൻ്റെ കമ്പുകൾക്കൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു. ഇതെല്ലാം നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി കെട്ടി നമ്മളിപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ജ്യൂസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷീൻ വഴിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിത് നേരെ നമുക്ക് കമ്പ് തന്ന ആ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം 2-3 ബോട്ടിലൊക്കെ കരുതിയിട്ടുണ്ട്. ചെല്ലുമ്പോൾ അറിയാം എന്തുമാത്രം കിട്ടുമെന്നുള്ളത്. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്ന് അപ്പോൾ ചേട്ടനും ഭയങ്കര സന്തോഷം. കാരണം ഒരു ചെറിയ കമ്പ് തന്നതാണ്. ഇപ്പം നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ അതെല്ലാം മുറിച്ച് ചെറിയ ഇതാക്കി ആ ഒരു മെഷീനകത്തിട്ട് സത്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഇതിൻ്റെ നീര് കിട്ടിയത്. നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കമ്പായതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പൻ ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഞങ്ങൾ ആദ്യം ഒരു പാത്രത്തിൽ നിറച്ച് പിന്നെ രണ്ടാമത് 2 ബോട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി 2 ബോട്ടിൽ നിറച്ച് 3ാമത്തെ ബോട്ടിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ വാങ്ങിച്ചാണ് എടുത്തത്. പിന്നെ 2 ഗ്ലാസ് അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് അതിൻ്റെ കരിമ്പിൻ ജ്യൂസ് കിട്ടി. അപ്പോൾ എന്താണേലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറുതായിട്ട് ചെയ്തതാണേലും ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സമ്പത്ത് കാലത്ത് തൈ വെച്ചെന്നാൽ സമ്പത്ത് കാലത്ത് തന്നെ നമുക്ക് കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാം. അപ്പോൾ നമ്മുടെ സുധൻ ചേട്ടൻ്റെ അടുത്ത് തിരുവഴ കവലയിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസും കരിക്കും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.